എനിക്ക് ആ വിഷയത്തിൽ ഒരു കാര്യവും പറയാനില്ല. തീരുമാനം നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഞാനില്ല. നിങ്ങള് അവിടെ അദ്ദേഹം സസ്പെൻഷനിലാണ്, പാർട്ടിയിൽ നിന്നും, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും. അദ്ദേഹം അവിടുത്തെ MLA അല്ലേ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു കമന്റും ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തെ മുമ്പിൽ കണ്ട ഞാൻ കാണാതെ തിരിച്ചു പോകും? കോൺഗ്രസ് നേതാക്കന്മാർ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയണത്? അദ്ദേഹം PJ പോലോസ് എന്ന് പറയുന്ന ഞങ്ങളുടെ മുതിർന്ന നേതാവിന്റെ മരണ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ കണ്ടു. അവര് അദ്ദേഹത്തെ കണ്ട ഇതുവരെ ഒരു പരിചയമില്ലാത്ത ആളെ പോലെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. സംസാരിക്കാൻ പാടില്ലേ? ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ ഇവിടെ വെച്ച് കാണാതെ പോവോ? എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിസ്സാരമായ ചോദ്യങ്ങളാണ്, ഇറലവന്റ് ആയ ചോദ്യങ്ങളാണ്. കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തെ കണ്ട അദ്ദേഹത്തോട് സംസാരിക്കണ്ടേ? അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിനെതിരായി പാർട്ടി ഒരു നടപടി എടുത്തിരിക്കുന്ന ആ നടപടി നിലനിൽക്കുകയാണ്. അത് പാർട്ടി മുതിർന്ന എല്ലാ നേതാക്കന്മാരും പരസ്പരം കൂടിയാലോചിച്ച് എടുത്തൊരു നിലപാടാണ്. അത് എപ്പോഴാണ് അത് പരിശോധിക്കേണ്ടത് ആ സമയത്ത് പരിശോധിക്കും. ഇപ്പൊ അതില്ല. അല്ല, ഞാൻ കണ്ട അദ്ദേഹത്തെ ആസ്ഥാനം ചെയ്യും. എന്റെ മുമ്പിൽ കണ്ടാൽ അദ്ദേഹം എനിക്ക് പരിചയമുള്ള ആളല്ലേ, ഞങ്ങളുടെ പാർട്ടിയിലെ സഹപ്രവർത്തകരല്ല. അദ്ദേഹം സസ്പെൻഡ് ചെയ്തിട്ടേ ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ P സരിനെ കണ്ടാലും ഞാൻ കൈ കൊടുക്കുമല്ലോ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയല്ലേ P സരിന്. എന്നെപ്പറ്റി എന്തെല്ലാമാണ് പറഞ്ഞത്. 10 ദിവസം നിങ്ങളൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്തല്ലേ ഇലക്ഷനിൽ. അദ്ദേഹത്തെ കണ്ട്, അദ്ദേഹം പഴയ പാർട്ടിയുടെ നമ്മുടെ സഹപ്രവർത്തകനാണ്. എത്ര പേര് പാർട്ടി വിട്ടിരുന്നു. ഞാൻ ശ്രീമതി പത്മജ വേണുഗോപാലായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ട് അവരുമായിട്ട് വിശദങ്ങൾ സംസാരിച്ച് അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ അന്വേഷിച്ചു. അവരുടെ കുഞ്ഞുങ്ങളുടെ പത്മജ ചേച്ചിയുടെ കുഞ്ഞുങ്ങളുടെ കാര്യം വരെ ഞാൻ അന്വേഷിച്ചു. വേറെ പാർട്ടി പോയ ആളുകളായിട്ട് മിണ്ടാം. ഇത് കേരളമല്ലേ? ഇതിനെയൊക്കെ വലിയൊരു വൈഡർ ആംഗിളിൽ കാണും. നിങ്ങൾ ആ കോൺഗ്രസ് ഇക്കാര്യത്തിലേക്ക് എടുത്തൊരു നിലപാട്, ആ പാർട്ടിയെ നിങ്ങൾ ആ അർത്ഥത്തിൽ കണ്ടിട്ട് നിങ്ങൾ ഇതിനെയൊക്കെ ചെറുതാക്കാൻ നോക്കരുത്. ഒന്നുമില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്ത, എല്ലാവരും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എല്ലാവരും, ഒരാളും അതിൻ്റെ അകത്തുനിന്ന് മാറിയിട്ടില്ല. അതൊക്കെ ഈ കൂട്ടിക്കൊടുപ്പുകാർക്ക് മനസ്സിലായിട്ടില്ല. ഇത് കടക്കട പുറത്ത് എന്ന് ആക്രോശിക്കുന്ന പിണറായി വിജയന്റെ ഓട്ടച്ചങ്കല്ല, ഇത് VD സതീശനാ. ചോദ്യങ്ങൾക്കുള്ള മറുപടി വളരെ കണ്ണിങ് ആയി കൃത്യമായി അളന്നു മുറിച്ചുള്ള മറുപടിയാ. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യങ്ങളിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് നേതാക്കൾ എവിടെയെങ്കിലും വെച്ചാൽ കണ്ടാല് ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖത്ത് നോക്കാൻ പാടില്ല എന്നാണോ? അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടു കഴിഞ്ഞാൽ കാണാത്ത ഭാവം നടിച്ച് നടന്നു പോകണമെന്നാണോ? ചെലക്കാണ്ട് പോയിനടാ അവിടുന്ന്. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ വളരെ വ്യക്തമല്ലേ? ഞാൻ കണ്ടു കഴിഞ്ഞാലും ഹസ്തദാനം ചെയ്യും, കൈ കൊടുക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും. എന്താണ് കുഴപ്പം? പാർട്ടി ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ അയാളെ കാണരുത് എന്നാണോ? അയാളെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ മുഖം തിരിച്ച് നടക്കണമെന്നാണോ? അയാളെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അയാളെ കണ്ട ഭാവം നടിക്കാതെ ഒഴിഞ്ഞു മാറി നടക്കണമെന്നാണോ? അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? കൂട്ടിക്കൊടുപ്പുകാരെ, ഈ തെമ്മാടികളെ മാധ്യമ പ്രവർത്തകരെന്നൊന്നും ഞാൻ വിളിക്കൂല. ഇവർക്ക് കൂട്ടിക്കൊടുപ്പുകാർ മാത്രം. അങ്ങനെ ഒരു സംസ്കാരം കേരളത്തിലുണ്ടോ? നമ്മൾ എതിർചേരിയിൽ നിൽക്കുന്ന പല രാഷ്ട്രീയക്കാരെയും, നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് എതിർദിശയിൽ നിൽക്കുന്നവരെ പോലും കണ്ടാൽ നമ്മൾ കൈ കൊടുക്കുന്നു, കുശലം പറയുന്നു, ചിരിക്കുന്നു, സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന VD സതീശനും പിണറായി വിജയനും ചിരിച്ചും കളിച്ചുമല്ല സദ്യ കഴിച്ചത്. നിങ്ങൾ എപ്പോഴെങ്കിലും പിണറായി വിജയനോട് ചോദിച്ചോ, എന്തേ നിങ്ങൾക്കെതിരെ ഇത്ര കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ നടത്തുന്ന, നിങ്ങളുടെ പാർട്ടിയിൽപ്പെടാത്ത, നിങ്ങളുടെ രാഷ്ട്രീയ ശത്രുവായിട്ടുള്ള VD സതീശന്റെ കൂടെ നിങ്ങൾ ഓണസദ്യ കഴിച്ചു എന്ന് എപ്പോഴെങ്കിലും ചോദിച്ചോ? ചോദിച്ചോ? എന്താ ചോദിക്കാത്തത്? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ആരാന്നാ നിങ്ങൾ കരുതുന്നത്? അയാൾ ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് അയാൾ സസ്പെൻഷനിലാണ്, യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് കരുതി അയാൾ കോൺഗ്രസ്സുകാരനല്ലാതെയാവുമോ? എന്ന് കരുതി അയാൾ കോൺഗ്രസിന്റെ മുന്നണി പോരാളി അല്ലാതെയാകുമോ?
നിങ്ങൾക്കെല്ലാം ആവശ്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഒറ്റപ്പെടണം എന്നുള്ളതാണ്. അതിന് കാരണങ്ങൾ പലതുണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, രാഹുൽ ഇന്നലെ പാലക്കാട് എത്തുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. ഇന്നലെ എന്ന് മാത്രമല്ല, രാഹുൽ ഇനി പാലക്കാട് തിരിച്ചെത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല. എസ്പെഷ്യലി കഴിഞ്ഞ ശനിയാഴ്ച രാഹുൽ പാലക്കാട്ട് വരുമെന്ന് നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു. അന്ന് രാഹുൽ വന്നില്ല. അങ്ങനത്തെ ഒരു അഭ്യൂഹങ്ങൾ നിലനിൽക്കുമ്പോൾ രാഹുൽ വരാതിരുന്നപ്പോൾ നിങ്ങൾ കരുതിയത് രാഹുൽ പാലക്കാട്ടേക്ക് എത്തില്ല എന്നാണ്. ബട്ട് രാഹുൽ ഇന്നലെ പാലക്കാട്ട് വന്നു. അവിടെ പാലക്കാട്ട് വന്നത് മാത്രമല്ല നിങ്ങളെ ചൊടിപ്പിച്ചത്, രാഹുൽ ഇന്നലെ പാലക്കാട് ടൗണിലൂടെ തേരാപ്പാര നടന്നിട്ട് അവിടുത്തെ വോട്ടർമാരെ കണ്ട്, പാലക്കാട്ടെ ജനങ്ങളെ കണ്ട് അവരെ അഭിവാദ്യം ചെയ്തു, അവർക്ക് കൈ കൊടുത്തു, അവരെ കെട്ടിപ്പിടിച്ചു. രാഹുലുമായിട്ട് സെൽഫി എടുക്കാൻ പ്രവർത്തകരും പാലക്കാട്ടെ ജനങ്ങളും ആവേശം കാണിക്കുന്നത് നിങ്ങൾ കണ്ടു, നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു. ആ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള പാലക്കാട് കിട്ടിയ സ്വീകരണം അത് നിങ്ങളെ വല്ലാതെ ഹാലിളക്കുന്നുണ്ട് എന്നുള്ളതറിയാം. കാരണം നിങ്ങൾ അതിൽ വളരെ വലിയ ഒരു ആകുലത, ഒരു വിഷമം, ഒരു സങ്കടം, ഒരു ദുഃഖം നിങ്ങളുടെ മനസ്സിലുണ്ട്. കാരണം നിങ്ങൾ കരുതിയത് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് തിരിച്ചെത്തിയാൽ രാഹുലിനെ അവിടെ കാണുവാനോ സംസാരിക്കുവാനോ ആളുകൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ജനങ്ങളൊക്കെ രാഹുലിനെതിരെ തിരിയുമെന്നുള്ളതാണ്. ബട്ട് ഇന്നലെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് എത്തിയപ്പോൾ കണ്ടതെന്താ? നിങ്ങൾ ആഗ്രഹിച്ചതിനും നിങ്ങൾ ഉദ്ദേശിച്ചതിനും നിങ്ങൾ എന്തിനൊക്കെ വേണ്ടി പണിയെടുത്തോ അതൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്നടിയുന്ന രൂപത്തിലുള്ള സ്വീകരണം പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചപ്പോൾ അത് നിങ്ങളെ വല്ലാതെ രോഷാകുലരാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ കാര്യങ്ങളിലൊന്നും ഒരു തർക്കവുമില്ല. എന്തിന് നിങ്ങൾ എന്താ ചോദിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടം സസ്പെൻഷൻ നേരിടുന്നതോ ആരോപണം നേരിടുന്നതോ കൊണ്ടോ അയാൾ മിണ്ടരുത് എന്നാണോ? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയോട്, അവിടെ പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആവാൻ പാടില്ലല്ലോ ഒരിക്കലും, എന്നിട്ടല്ലേ അയാളോട് മിണ്ടുന്ന കാര്യം? പി ശശിയുടെ കഥകളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരണോ നിങ്ങളോട്? പി ശശിയുടെ കഥകളും കെ ടി.ഡി.സിയുടെ ചെയർമാനാ. എപ്പോ പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് KTDC എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ചെയർമാനാ കെ ശശി. ഈ കെ ശശിയും പി ശശിയും ആരാണെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരണോ? കഴിഞ്ഞ പിണറായി വിജയുടെ കഴിഞ്ഞ ടേമിൽ ആദ്യ 5 വർഷത്തിൽ അവിടെ കടകംപള്ളി സുരേന്ദ്രനുണ്ട്, പി ശ്രീരാമകൃഷ്ണനുണ്ട്, തോമസ് ഐസക് ഉണ്ട്. ഇവരൊക്കെ മന്ത്രിമാരും സ്പീക്കറും ഒക്കെയാ. അന്ന് പിണറായി വിജയൻ ഇവരെയൊന്നും മാറ്റി നിർത്താൻ പോയിട്ട് ഇവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇവരാരും തയ്യാറായിട്ടില്ല. ആ പിണറായി വിജയൻ അവരോട് സംസാരിക്കുകയും കൈ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും മാത്രമല്ല, ഇവരെയൊക്കെ സംരക്ഷിച്ച് പിടിച്ചു കൊണ്ട് നടന്നതാരാ? പിണറായി വിജയനല്ലേ. എന്നെങ്കിലും പിണറായി വിജയനോട് നിങ്ങൾ ഇതുപോലെ ചോദിച്ചിട്ടുണ്ടോ? ഇപ്പോ ഈ അവസാന 5 വർഷം, ഈ 5 വർഷത്തിൽ ഇപ്പോഴും പിണറായി വിജയന്റെ കൂട്ടത്തിൽ AK ശശീന്ദ്രനും ഗണേഷ് കുമാറും മുകേഷും ഒക്കെ ഉണ്ടല്ലോ. അവർക്കെതിരെ എന്തെങ്കിലും ചെറുവിരൽ അനക്കിയോ? ഇതേക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പറയുന്ന പിണറായി വിജയനോട് ചോദിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഇതിൽ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ്? ഇനി ഇതൊക്കെ മാറ്റി നിർത്താം. ഈ പറയുന്ന പിണറായി വിജയനെയും VD സതീശനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും മുകേഷിനെയും കടകംപള്ളി സുരേന്ദ്രനെയും തോമസ് ഐസക്കിനെയും പി ശ്രീരാമകൃഷ്ണനെയും AK ശശീന്ദ്രനെയും ഗണേഷ് കുമാറിനെയും ഒക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമുക്ക് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്ന് ഇതേപോലെ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കും പോലെ കേരളത്തിന്റെ മാധ്യമ സമൂഹത്തിൽ പെടുന്ന ഒരു യുവതി, ഒരു പെൺകുട്ടി, അഞ്ജന അനിൽകുമാർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇതുപോലെ ന്യൂസ് റൂമിൽ വെച്ചുകൊണ്ട് തനിക്ക് നേരെ ഒരു വളരെ മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ആ പറയുന്ന സ്ഥാപനത്തിലെ ആളുകളെയും ആ സ്ഥാപനത്തിനെതിരെയും ഒക്കെ എന്തെങ്കിലും ഒരു വാക്ക് ഒരു സെന്റൻസ് വേണ്ട, ഒരു വാക്ക് നിങ്ങൾ ആരെങ്കിലും ഉരിയുന്നത് എവിടെയും കണ്ടില്ലല്ലോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇതിലുള്ള ഇന്റൻഷൻ? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എന്താണ്? അതിനപ്പുറം കോൺഗ്രസിന്റെ കാര്യത്തിൽ എന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ ഒരു എക്സ്ട്രാ ഇൻട്രസ്റ്റ്? എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുന്നതിലപ്പുറം കാര്യങ്ങൾ നടക്കുന്നു. ഇന്നലെ രാഹുൽ പാലക്കാട്ട് എത്തി മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ എല്ലാവരും രാഹുലിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു, ക്യാമറ കണ്ണുകളുമായിട്ട്. അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ലൈവായിട്ട് കാണിക്കുകയും നിങ്ങൾ കാണുകയും ചെയ്തവരാണ്.
അതിലൊന്നും ഒരു AI ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തർക്കവും ഇല്ലാത്ത കാര്യവുമാണ്. അപ്പോൾ രാഹുലിന് കിട്ടിയ ആ ഒരു സ്വീകരണം, ആ ഒരു അക്സെപ്റ്റൻസ്, അത് നിങ്ങളെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്. സങ്കടപ്പെട്ടോളൂ കേട്ടോ. നന്നായിട്ട് ഇരുന്ന് കരയാം, മോങ്ങിക്കോ, ഏങ്ങലടിച്ച് മൂക്കൊലിപ്പിച്ച് കരഞ്ഞോളൂ നിങ്ങളെല്ലാവരും. നിങ്ങളുടെ കരച്ചിൽ കാണുമ്പോൾ ഞങ്ങൾക്കും അതിലേറെ ആനന്ദമാണ്, അതിലേറെ സാറ്റിസ്ഫാക്ഷനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും.